ഹായ് ഹലോ, ജൂബിലി മോട്ടോറിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് വാഹനത്തിന്റെ കളക്ഷൻസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ വാഹനം പരിചയപ്പെടാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് 2016 മോഡലാണ്, ഫോർഡിന്റെ എക്കോ സ്പോർട്ട്. 1,11,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഈ വാഹനവും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം ഒരു 1,00,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള ഡൗൺ പേയ്മെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. 3rd ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഹിസ്റ്ററി നമുക്ക് ഷോറൂമിൽ നിന്ന് അവൈലബിൾ ആണ്. അടുത്ത നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്നോവയുടെ ക്രിസ്റ്റ ആണ്. 2018 മോഡല് GX വേരിയന്റിൽ വരുന്ന 1,65,000 കിലോമീറ്ററുടെ 2nd ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. റീ രജിസ്റ്റേർഡ് ആണ്. നിലവിൽ തട്ടുമുട്ടോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ അങ്ങനത്തെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഇഷ്യൂസോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല അടിപൊളി വണ്ടിയാണ്. അടുത്ത ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നത് 2012 മോഡലാണ് ഈ വാഹനം വരുന്നത്. 2012 മോഡൽ റിറ്റ്സ് VDI മിഡിൽ ഓപ്ഷൻ ആണ് വാഹനം വരുന്നത്. 2nd ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. 1,60,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. 50,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 2009-10 മോഡൽ i20 ഡീസൽ. മൈലേജിന്റെ കാര്യത്തിൽ അടിപൊളി വാഹനമാണ്. ഈ വാഹനം 5th ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. ഈ വാഹനത്തിന് ലോണും കാര്യങ്ങളും നിങ്ങൾ ഈ ചുറ്റുവട്ടത്തിൽ, അതായത് മഞ്ചേരി ചുറ്റുവട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണും കാര്യങ്ങളും ഞാൻ അവൈലബിൾ ആക്കി തരാം. ഈ മെയിൻ ഗ്ലാസ് മാറാനുണ്ട്, ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് ഞാൻ മാറ്റി തരും. 1,36,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. അടുത്ത ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാൽ പോകുന്നത് കുറഞ്ഞ കായ്ക്ക് വണ്ടി തപ്പി നടക്കുന്നവർക്കാണ്. കുറഞ്ഞ കായ്ക്ക് വണ്ടി തപ്പി നടക്കുന്നവർക്കാണ്. ഇത് 2015 മോഡല് മാരുതിയുടെ അൾട്ടോ 800 LX ആണ്. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഇല്ല, AC മാത്രം വരുന്ന വാഹനമാണ്. 30,000 രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാണ്ടോ ഡൗൺ പേയ്മെന്റ് അടക്കാൻ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. തട്ടുമുട്ട് റീപ്ലേസുകളോ അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. 2nd ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. ഒരു 66,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. ഇനി നിങ്ങളൊരു ഓട്ടോമാറ്റിക് വാഹനം നല്ല മൈലേജോട് കൂടി ഡീസൽ ഓട്ടോമാറ്റിക് തപ്പി അടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊരു മുതലുണ്ട്. 2019 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് VDI വേരിയന്റിൽ വരുന്ന 2nd ഓണർഷിപ്പിൽ വരുന്ന 66,000 കിലോമീറ്റർ നല്ല ഒറിജിനൽ ക്വാളിറ്റി വണ്ടി. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വരുന്ന വാഹനമാണ്. റീ രജിസ്റ്റേർഡ് ആണ്. 2nd ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. തട്ടുമുട്ടോ റീപ്ലേസുകളോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. റീപ്ലേസുകളൊന്നും ഇല്ല. നമുക്ക് ഹിസ്റ്ററി അവൈലബിൾ ആണ്. നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനം ഡീസലിൽ നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. നല്ല പക്ക 20 കിലോമീറ്ററിൽ മുകൾക്ക് നിങ്ങൾക്ക് ഈ വാഹനം മൈലേജ് ലഭിക്കുന്നതാണ്. അടുത്ത ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ കായ്ക്ക് പഠിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വണ്ടി തപ്പി നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ്. ഷെവർലെറ്റിന്റെ സ്പാർക്ക് ആണ്. 2008 മോഡല്. പേപ്പർ 2028 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ചെറിയ കായ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനൊക്കെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോവാം. അടുത്ത ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ സ്കൂൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു വെള്ളിമൂങ്ങ ആയിട്ടാണ്. 2014 മോഡല് വെള്ളിമൂങ്ങ. 1,00,000 സംതിങ് ആണ് കിലോമീറ്റർ ഓട്ടം. വണ്ടി നേരെ കാര്യങ്ങളൊന്നുമില്ല, പുതുതായിട്ട് വർക്ക് എടുത്ത വാഹനമാണ്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടിയൊക്കെ തപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ വേഗം വിളിച്ചോളി. അടുത്തത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി പോകുന്നത് ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. 2016 മോഡൽ 1,00,000 കിലോമീറ്റർ ഓടിയ അൾട്ടോ 800 ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി നിലവിൽ വരുന്നത്. അപ്പോൾ 20,000 അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് എടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അടുത്ത ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 2015 മോഡലാണ്. 2015 മോഡൽ വാഗനർ ഫുൾ ഓപ്ഷൻ VXI ആണ് ഈ വാഹനം വരുന്നത്. 1,50,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 40,000 രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാം. 1,50,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. ഈ 1,50,000 കിലോമീറ്റർ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ്. ഫുൾ കമ്പനി സർവീസ് വരുന്ന ഒരു വാഹനമാണ്. അടുത്ത നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 2012 മോഡൽ ഇന്നോവ G4. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വർക്ക് എടുത്തിട്ട് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും റിവേഴ്സ് ക്യാമറ ഉള്ളിൽ ടച്ച് സ്ക്രീൻ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള 2012 മോഡൽ G4 ഇന്നോവ ആണ്. റീ രജിസ്റ്റേർഡ് ആണ്. 5th ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. നിങ്ങൾക്ക് വെറും 90,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ട്രാക്കും കാര്യങ്ങളും ക്ലിയർ ആണ് കേട്ടോ. പിന്നെ ഈ വാഹനം ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. അടുത്ത നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പോരുന്നത് ഒരു അടിപൊളി 2nd ഓണർഷിപ്പിൽ വരുന്നുള്ള ഇന്നോവ. ചെറിയ കായ്ക്ക് വണ്ടി നോക്കി അടക്കുന്നുണ്ടെങ്കിൽ 2nd ഓണർഷിപ്പിൽ വരുന്ന ഇന്നോവ കേട്ടോ.
ഇയോണ് 2017 മോഡലാണ്. വെറും 55,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി വാഹനമാണ്. ഒരു 30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ലോണോട് കൂടി സ്വന്തമാക്കാം. ഇനി അടുത്ത വാഹനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത് ചെറിയ കായ്ക്ക് 7 സീറ്റർ നോക്കി അടക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. ഇത് 2011 മോഡലാണ്. റീനോ ICML റീനോ എന്നൊക്കെ പറയും ഈ വാഹനത്തിന്. സോനാലിയാണ് കമ്പനിയുടെ പേര്. കുറഞ്ഞ കായിന്റെ 7 സീറ്റിലൊക്കെ നോക്കി നടക്കുന്നവർക്ക് നല്ല വാഹനമാണ്. അത്യാവശ്യം 13-14 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഒരു മീഡിയം ആവറേജ് യാത്രാ കംഫർട്ടും കിട്ടുന്ന ഒരു വാഹനമാണ്. ഈ വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 2011 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന അൾട്ടോ K10 ആണ്. 40,000 കിലോമീറ്റർ ആണ് ഈ വാഹനം മീറ്ററിൽ ഓടിയിട്ടുള്ളത്. ജെന്യൂൻ ആണോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ഈ വാഹനം വരുന്നത് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ കായ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് ഞങ്ങളുടെ പ്രിഫറൻസ് സ്വിഫ്റ്റ് അങ്ങനത്തെ വാഹനങ്ങളാണെങ്കിൽ നമ്മുടെ അടുത്ത് 2022 മോഡൽ ഒരു സ്വിഫ്റ്റ് സ്റ്റോക്ക് വരാനുണ്ട്. പിന്നെ എറ്റിയോസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വരാനുണ്ട്. എറ്റിയോസ് ഡിക്കില്ല, എറ്റിയോസ് ലിവ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വരാനുണ്ട്. അതേപോലെ 2020 ഒരു ചെറിയൊരു ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള 2020 മോഡൽ ക്രിസ്റ്റ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വരാനുണ്ട്. അല്ല 2022 മോഡൽ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി ഫുള്ളി ഓട്ടോമാറ്റിക് വരുന്ന ഒരു ക്രിസ്റ്റ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വരാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഏതാ നിങ്ങൾക്ക് വേറെ നമ്മളെ കയ്യിൽ ഇല്ലാത്ത വാഹനമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ താഴെയുള്ള നമ്പറിൽ വിളിച്ചാൽ ഞാൻ അറേഞ്ച് ചെയ്തു തരാവുന്നതാണ്. അതിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിയാണ്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മുട്ടിപ്പാലം എന്ന് പറയുന്ന മഞ്ചേരിന്ന് മലപ്പുറത്തേക്ക് പോണ വഴി മുട്ടപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്റെ യാർഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസും ബാക്കി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ്, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്റെ പുതിയ അപ്ഡേറ്റുകൾ ഈ ചാനലിൽ വരുന്നതാണ്. അപ്പം ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട്